ആദ്യമായിട്ട് കാണേണ്ടത് മൈസൂർ പാലസ് ആണ്. ഈ മൈസൂർ പാലസിൽ കയറുന്നതിന് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 100 രൂപയും 18 വയസ്സിൽ താഴെയുള്ളവർക്ക് 50 രൂപയും 10 വയസ്സിൽ താഴെയുള്ളവർക്ക് ഫ്രീയുമാണ്. രണ്ടാമതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് ചാമുണ്ടി ഹില്ലാണ്. ഇവിടെ പോകുന്ന റൂട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ വെളുപ്പിനെ പോവുകയാണെങ്കിൽ ഒരു 6 മണി ഒരു 5:30 ഒക്കെ ആകുമ്പോൾ പോവുകയാണെങ്കിൽ ആ പോകുന്ന റൂട്ട് ഭയങ്കര മഞ്ഞാണ്, വളരെ രസവുമാണ്. ഇനി നൈറ്റ് ടൈമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ചാമുണ്ടി ഹില്ലിന് മുകളിൽ കയറിയിട്ട് സിറ്റി കാണാൻ ഭയങ്കര രസമാണ്. ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റും. ഇനി മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ചർച്ചാണ്. ഇത് സെന്റ് ഫിലോമിനാസ് ചർച്ചാണ്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ചർച്ച്, അതായത് രണ്ടാമത്തെ ചർച്ചാണ്. അപ്പോൾ ഇതും കാണേണ്ട കാഴ്ചയാണ്. ഒരുപാട് ചൂടുള്ള സമയത്തും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഇനി നമുക്ക് കാണാനുള്ളത് മൈസൂരിൽ നിന്ന് 16 കിലോമീറ്റർ മാറി ശ്രീരംഗപട്ടണത്തുള്ള ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് ആണ്. ഇവിടെ കയറണം ഉണ്ടെങ്കിൽ 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അത് ഫ്രണ്ടിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റും. അത്യാവശ്യം ചിത്രപ്പണികളും ഒക്കെ ഉള്ള, കുറച്ചൊക്കെ മങ്ങിയിട്ടുണ്ട്, എന്നിരുന്നാലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി കാണേണ്ടത് വാട്ടർ ജയിലാണ്. ഇത് ടിപ്പു സുൽത്താന്റെ വാട്ടർ ജയിൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഭാരം ഉള്ള കല്ലുകൾ വെച്ചിട്ട് അവിടെ വെള്ളം നിറച്ച് ആണ് ഇത് ഈ ഒരു ജയിലിൽ ശിക്ഷ നടപ്പാക്കിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വാട്ടർ ജയിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു പ്രത്യേക രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ്. ഇതും ശ്രീരംഗപട്ടണത്ത് തന്നെയാണ്. ഇതും ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലം എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ടിപ്പു സുൽത്താൻ വെടിയേറ്റ് മരിച്ച സ്ഥലമാണ്. ഇതെല്ലാം ശ്രീരംഗപട്ടണത്ത് തന്നെയാണ്. മൈസൂരിന് 16 കിലോമീറ്റർ മാറിയുള്ള ശ്രീരംഗപട്ടണത്ത് ഒരു ദിവസം ശ്രീരംഗപട്ടണത്തിലേക്ക് ഒരു യാത്ര ചെയ്യുക. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കണ്ടിട്ട് പോകാൻ പറ്റും. എന്തായാലും മൈസൂർ വരുമ്പോൾ ഇത് ഫുള്ളൊന്ന് കണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാം ചരിത്രപ്രസിദ്ധമായ സ്ഥലമായതുകൊണ്ടാണ് കാണണമെന്ന് പറഞ്ഞത്. ഇനിയുള്ളത് ഇത് ഗുംബസ് എന്ന് പറയും. ശ്രീരംഗപട്ടണത്ത് തന്നെ ഈ ടിപ്പു സുൽത്താന്റെ ഖബർസ്ഥാൻ ഇരിക്കുന്ന സ്ഥലത്തിന് ഗുംബസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗത്തിന് ഗുംബസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ മാതാവിന്റെയും പിതാവിന്റെയും അതുപോലെ തന്നെ ടിപ്പു സുൽത്താന്റെ ഖബറാണ് അടക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മൊത്തം, ടിപ്പു സുൽത്താന്റെ കുടുംബാംഗങ്ങളെ മൊത്തം അടക്കം ചെയ്തിരിക്കുന്നത് ഈ സ്ഥലമാണ്. അപ്പം ഒരു ചരിത്രപ്രസിദ്ധമായ സ്ഥലം, അതും ഒന്ന് കണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇനിയുള്ളത് നമ്മൾ ലോകരഞ്ജൻ അക്വാ വേൾഡ്, അതായത് അണ്ടർ വാട്ടർ സൂ ആണിത്. ഇതിൽ ഫിഷുകൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാം. ഇവിടെ കയറുന്നതിനും 199 രൂപയാണ് മുതിർന്നവർക്ക്. ഇനി 135 സെന്റിമീറ്റർ മുകളിൽ ഹൈറ്റുള്ള കുട്ടികൾക്ക് 149 രൂപയാണ്. ഇനി ഫിഷുകൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. അത് 49 രൂപയ്ക്ക് ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ കയറാൻ പറ്റും. ഇതൊക്കെ സൂവിന് അടുത്തൊക്കെയാണ്. മൈസൂർ സൂവിനും മൈസൂർ പാലസിനും ഒക്കെ അടുത്തായിരിക്കും. അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണലാണ്, അണ്ടർ വാട്ടർ ടണലാണിത്. അപ്പോൾ ഒന്ന് കണ്ടിരുന്നാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ ഗോകാട്ടിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാകും, ഇതുപോലെ ഈ കാർ റേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്കുള്ള സ്ഥലവും മൈസൂറുണ്ട്. അവിടെ ഒന്ന് കയറിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഗോകാട്ടിംഗ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 350 രൂപയുള്ളൂ ഒരാൾക്ക്. അത് നല്ലതാണ്. പിന്നീട് ഇത് എന്ന് പറഞ്ഞ് ഗോകാട്ടിംഗ് ഒക്കെ താല്പര്യമുള്ളവർ മാത്രം ചെയ്യാട്ടോ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എന്നേ ഉള്ളൂ. അത്രയും വರ್ತല്ല. 2500 രൂപ ബാർഗെയിൻ ചെയ്തിട്ടാണ് നമുക്ക് 2500 രൂപയ്ക്ക് കിട്ടിയത്. ഈ ഒരു സവാരി കുതിര വണ്ടിക്കകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ 2500 രൂപയാണ് നമുക്ക് ചാർജ് ചെയ്തത്. മോളുടെ ആഗ്രഹത്തിന്റെ പേരിൽ കയറിയതാണ്. 2500 രൂപയ്ക്ക് വರ್ತല്ല. അത് നല്ല ചാർജ് ആയിപ്പോയി. അപ്പം അത് വേണമെങ്കിൽ മാത്രം ചെയ്യട്ടെ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് താമസിക്കാൻ പറ്റുന്ന 2 ഹോട്ടലുകളുണ്ട്. ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് 1000 രൂപയ്ക്ക് റൂം കിട്ടും. 1200 രൂപയ്ക്ക് റൂം കിട്ടും. അതാണ് ഇത്. ലൂസിയ ഹോട്ടൽ എന്നാണ് ഇതിന്റെ പേര്. ഇനി ഇതിനകത്ത് ലക്ഷറി റൂമുകളും ഉണ്ട്. അത് 4000 രൂപ വരെയാണ് അതിന്റെ റേറ്റ് വരുന്നത്. 1000 രൂപ മുതൽ 4000 രൂപ വരെയുള്ളതാണ് ഇവിടുത്തെ റൂമുകളും. ഇപ്പം ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന ഈ റൂം 4000 രൂപയുടെയാണ്. ഇത് കൂടിയ റൂമാണ്. പക്ഷെ 1000 രൂപ മുതൽ ഇവിടെ റൂം കിട്ടും. ഇനി നിങ്ങൾക്ക് ഇപ്പം ഫാമിലി ആയിട്ടും ഒക്കെ വരികയാണ്, ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ വരികയാണ്, 8 പേരൊക്കെ ചേർന്നൊരു ഗ്രൂപ്പാണ് വരുന്നത്, അല്ലെങ്കിൽ 6 പേര് ചേർന്ന ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ 8 പേർക്ക് 3500 രൂപയ്ക്ക് ഇതിനകത്ത് താമസിക്കാം. അപ്പോൾ 11 പേർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ താമസിക്കാൻ പറ്റുന്നൊരു ഹോം സ്റ്റേ ആണ്. അതായത് മൈസൂറിന്റെ ഹൃദയഭാഗത്തുള്ളൊരു ഹോം സ്റ്റേ, കാൾവേർട്ട് ഹോം സ്റ്റേ. അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും സ്റ്റേ ചെയ്യാം. ഏതാണ്ട് ഈ റൂമിൽ 8 പേർക്ക് താമസിക്കാം. ഇവിടെ ബെഡിൽ 3 താഴെയായിട്ട് വേറെ 2 ബെഡ് കൂടി ഇട്ട് തരും. അവിടെ നമുക്ക് അതിനകത്ത് താമസിക്കാൻ പറ്റും. ഇനി ഫുഡിന്റെ കുറച്ച് കാര്യം പറയുകയാണെങ്കിൽ കുട്ടികൾക്കായിട്ട് ക്യാൻഡി ക്ലൗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മൈസൂർ തന്നെ. അപ്പോൾ ക്യാൻഡി ക്ലൗഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ക്യാൻഡിയും വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് കിട്ടും. വാഫിൾസും അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. ഇവിടെ മോൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അവർക്ക് കോട്ടൺ ക്യാൻഡി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ക്യാൻഡി ക്ലൗഡിലോട്ട് വന്ന്. അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഭയങ്കര രസമാണ്. ക്യാൻഡി പല ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വാഫിൾസ് പല വെറൈറ്റി ഉണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള അങ്ങനെയുള്ള ക്യാൻഡി റിലേറ്റഡ് ഫുഡുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. പിന്നീട് ഇതെന്ന് പറഞ്ഞാൽ സ്വീറ്റ് സ്മിത്ത്, ബണ്ണിമണ്ഡപ് റോഡിൽ നമ്മുടെ ദസറ ഗ്രൗണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വീറ്റ് സ്മിത്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബക്ലാവ, കുനാഫ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റും.